ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. അപ്പോൾ നമുക്ക് +2 ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ലെസൺ എനി വുമൺ നോക്കാം. നമുക്ക് എനി വുമൺ കാതറിൻ ടെനാൻ എന്നാണ് ഓതറുടെ പേര്. അപ്പോൾ നമുക്ക് ആ ഓതറെ പറ്റിയുള്ള കുറച്ച് നോക്കാം. അത് ഞാൻ പറഞ്ഞിരുന്നു, പ്രൊഫൈലൊക്കെ ചോദിക്കുന്നു നമ്മുടെ പ്രൊഫൈൽ. സോ നോക്കാം. കാതറിൻ ടെനാൻ 1859 to 1931, 1859 ജനിച്ചു. അതുപോലെ 1931 മരിച്ചു. നോക്കാം. ഈസ് ആൻ ഐറിഷ് പോയറ്റ് ആൻഡ് നോവലിസ്റ്റ്. ഇവരൊരു ഐലൻഡുകാരിയായ നോവലിസ്റ്റായിരുന്നു, അതോടൊപ്പം ഒരു പോയറ്റുമായിരുന്നു, കവിയത്രിയുമായിരുന്നു. She has written more than 20 novels and 7 books of poetry. 20-ൽ കൂടുതൽ നോവലുകളും 7 പോയട്രികളും രചിച്ചിട്ടുണ്ട്. നോക്കാം. Her human sympathy as keen, tender, warm and constant. അവരുടെ ഒരു സിമ്പതി, അങ്ങനെ മനുഷ്യന്മാരോടുള്ള സിമ്പതി വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്, അല്ലെ മാറ്റമില്ലാത്തത്. അതോടൊപ്പം the poem Any Woman shows that the woman is the soul and heart of the home. അപ്പോൾ ഇത് എനി വുമൺ എന്ന പോയം കാണിക്കുന്നത് അത് ഹൃദയമാണോ ഏതൊരു സ്ത്രീയും എന്തിനേക്കാണ്? ദി സോൾ ആൻഡ് ഹേർട്ട് ഓഫ് ദി ഹോം. അല്ലെ, ആത്മാവാണ്, മനസ്സുമാണ്, അല്ലെങ്കിൽ ഹൃദയവുമാണെന്ന് പറയാം. ഇനി നമുക്കിത് ഷോർട്ടായിട്ട് ഈ പോയം ഒന്ന് നോക്കാം എങ്ങനെയുണ്ടത്. അല്ലേ, ഫസ്റ്റിൽ പറയുന്നത് ഐ ആം ദി പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്. ഞാൻ പില്ലറാണ്. അല്ലേ, പില്ലർ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, അല്ലേ, നമ്മളിങ്ങനെ കെട്ടിപ്പോക്കുന്ന, അല്ലെ, ചുമര് എന്നൊക്കെ പറയാം, അല്ലെ, ചെറിയ ചെറിയ ചുമരുകൾ, അല്ലെ, വളരെ ഷാർപ്പായിട്ട്, വളരെ തിന്നായിട്ട്. ആ പില്ലേഴ്സ് ഓഫ് ദി ഐ ആം ദി കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച്. അല്ലെ, പ്രധാനപ്പെട്ട ഒരു കീ സ്റ്റോൺ, ഒരു പ്രധാനമായിട്ടുള്ള കല്ലാണ് ഞാൻ ആർച്ചിൻ്റെ. അതോടൊപ്പം ഇഫ് യു ഹേറ്റ് മീ, ഇഫ് യു make me way, the roof and wall will fall down and run me completely. അപ്പം നിങ്ങൾ എന്നെ തകർക്കുകയാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും പൂർണ്ണമായി നശിച്ചു പോകും. അല്ലേ, അപ്പോൾ നമുക്കറിയാം, ഏതും പില്ലേഴ്സോ വാൾസോ ഇല്ലെങ്കിൽ വീടിന് നിലനിൽപ്പില്ല എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ഒരു പരമാർത്ഥമാണ്, അല്ലേ. നെക്സ്റ്റ് ആൻസർ നമുക്ക് എന്താണെന്ന് നോക്കാൻ വരുന്നത് ഐ ആം അപ്പോൺ ദി ഹെർത്ത്. ഹെറാത്ത് എന്ന് പറഞ്ഞവിടെ നിന്ന് നമുക്ക് എന്താ അറിയും, നമ്മൾ ഈ തീ കായുന്ന സ്ഥലം, അങ്ങനെ ഹെറാത്ത് എന്നൊക്കെ പറയും, അല്ലേ. നരിപ്പോട് എന്നൊക്കെ പറയും മലയാളത്തിൽ, കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. നരിപ്പോട്, തീ കായുന്ന സ്ഥലം, ഫയർ പ്ലേസ്, ദാറ്റ്സ് ഹെറാത്ത്. അപ്പം ഞാൻ ഐ ആം ഫയർ അപ്പോൺ ദി ഹെറാത്ത്, അല്ലെ, എനിക്ക് വളരെ നല്ലതാണ്, അല്ലെ, തീ കായുന്നത്. അതോടൊപ്പം ഐ ആം ദ ലൈറ്റ് ഓഫ് ദി സൺ. ഞാൻ സൂര്യൻ്റെ വെളിച്ചമാണ്. ഐ ആം ദി ഹേർട്ട് ദാറ്റ് വാംസ് ദി എർത്ത്. അല്ല, ഞാൻ എന്താണ്? മനസ്സാണ്, ഹൃദയമാണ്, ഭൂമിക്ക് ചൂട് നൽകുന്ന. അതോടൊപ്പം വാണ്ടഡ് മീ ദി എർത്ത് ആൻഡ് ദി കോൾഡർ ദാൻ എ സ്റ്റോൺ വിതൗട്ട് മീ. അല്ലെ, ഞാനില്ലാതെ എന്താവും ഭൂമി? ഒരു തണുത്തുറഞ്ഞ കല്ലായി മാറും. ദി ചിൽഡ്രൻ ഗെറ്റ് ദർ വാം ഫ്രം മീ. അല്ലെ, കുട്ടികൾക്ക് ചൂട് ലഭിക്കുന്നത് എന്നിൽ കൂടിയാണ്. ഐ ആം ദി ലൈറ്റ് ഓഫ് ദ ഹേർട്ട്, ദി ഹീറ്റ് ലവ്. അല്ലെ, ഞാൻ എന്താണ്? ഹൃദയമാണ്, ലവ് ആവുന്ന, സ്നേഹമാകുന്ന ആ ഹീറ്റിൻ്റെ. then without me the heart stone will be cold and the children will not thrive എന്ന് പറഞ്ഞാൽ സസ്റ്റൈൻ, നിലനിൽക്കുക എന്നൊക്കെ പറയാം. അപ്പം ഞാനില്ലാതെ കുട്ടികൾക്ക് നിലനിൽപ്പില്ല. then I hold the children together in the long of the home. അല്ലെ, ഞാൻ കുട്ടികളെ കൂടെ നിർത്തുന്നു എത്ര കാലം വേണമെങ്കിലും വീട്ടിൽ. അതോടൊപ്പം we are helped
വി ആർ ഹാഡ് ടുഗദർ വിത്ത് ദി നോട്ട്സ് ഓഫ് ലവ്. അല്ലെ, ഞങ്ങളെന്താണ് സ്നേഹത്തിൻ്റെ കെട്ടുകളാണ് എന്ന് പറയുന്നത്, നോട്ട്സ് എന്ന് പറയുന്നത് അല്ലെ, നോട്ട്സ് ഓഫ് ലവ്. ദേ വുഡ് നോട്ട് ലൈക്ക് ടു ബ്രേക്ക് ദി ത്രെഡ് ആൻഡ് ഗോ അവേ വണ്ടറിങ്. അപ്പോൾ ഒരിക്കലും അത് തകർക്കാനും കഴിയില്ല, തകർത്തുകൊണ്ട് അതിനെ നമ്മൾ ഇല്ലാതെയാക്കാനും കഴിയില്ല. നോക്കാം. ഐ ആം ദ ഹൗസ് ഫ്രം ടു ദ റൂഫ്. ഞാൻ വീടാണ് അല്ലേ, ഏതുവരെ, മേൽക്കൂര വരെ എന്ന് പറഞ്ഞാൽ താഴത്തോട്ട്, ഫ്ലോർ ടു റൂഫ്. ഐ ആം ദി വാൾസ് ആൻഡ് ദി വാൾ. അല്ലെ, ഞാൻ വാൾസാണ് അല്ലെ, ചുമരാണ്. ആൻഡ് ദെൻ ഐ ആം ദ വൺ ഹൂ opens and closes the curtains. ഞാനാണ് എന്ത് ചെയ്യുന്നത്, കട്ടനുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതും. I am now filling the best of children with town. അപ്പം ഞാൻ എന്താണ്, കുട്ടികൾക്ക് ടൗൺ എന്ന് പറഞ്ഞാൽ മിനിസമായിട്ടുള്ള അർത്ഥമാണ്, അവർക്ക് ഞാൻ വളരെ സ്നേഹം നൽകുന്നു എന്നർത്ഥമാണ് ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. I am the wall that promises them against the kinds of dangers. അല്ലെ, ഞാൻ ചുമരാണ് അവരെ എല്ലാ അപകടങ്ങളിൽ നിന്നും തടയുന്നത്. of the dangers I protected dangers and snow them harming children. അങ്ങനെ അപ്പോൾ അത് പറയുന്നത് എന്താണ്, ഞാൻ എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കുന്നു. Lord Jesus, whom Mary delivered the means or woos keep me above all my children are grown up. അല്ല, അപ്പം ഇവിടെ മേരിയെ കോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം കന്യാമറിയം എന്നൊക്കെ പറയും, ജീസസിന് ജന്മം നൽകിയ കന്യാമറിയത്തെ പോലെയാണ് ഞാൻ. അപ്പോൾ അത്രയാണ് ഞാൻ ഇതിൻ്റെ നമുക്ക് വർക്ക്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. വലിയ വീഡിയോ ഇല്ല, എനിക്ക് സുഖമില്ല, കാരണം പനിയാണ്. എന്നാലും നിങ്ങൾക്ക് ഞാൻ ക്ലാസ്. ഓക്കെ, സി യു ഇൻ മൈ ലോങ് വീഡിയോ.